യേശുവിനെ പോലെയാകാം പ്രതിദിന ധ്യാനത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ചോദിക്കുകയും പ്രവർത്തിക്കുകയും കൂടി വേണം എന്നുള്ളതായൊരു വിഷയത്തിലാണ് നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളമുണ്ടായി എങ്കിൽ അടിയനെ യഹൂദയിലുള്ള എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. പ്രിയരെ, ദൈവത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് നെഹമ്യാ കയ്യും കെട്ടി ഇരിക്കുക ആയിരുന്നില്ല. യെരൂശലേമിനെ പുതുക്കി പണിയുന്ന കാര്യത്തിൽ അതിനപ്പുറം കരുതലോടുകൂടി അദ്ദേഹം പെരുമാറി എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. വിവേക ബുദ്ധിയോടും ആലോചനയോടും കൂടി തൻ്റെ ആഗ്രഹ നിവൃത്തിയുടെ വിജയത്തിനായി അത്യാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നെഹമ്യാവ് ചെയ്തു എന്ന് തിരുവെഴുത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ, നെഹമ്യാവിനെ മാതൃകയായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ല, സാമർത്ഥ്യത്തോടും വിശ്വസ്തയോടും കൂടെ പ്രവർത്തിക്കുക കൂടെ വേണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ. ദൈവത്തിനായി വളരെ സമർത്ഥരായ പ്രവർത്തകർ ആകേണ്ടതിന് അവരവരുടെ ശക്തി കഴിവിനെയും വളർത്തിയെടുക്കുവാനും അത് ഉപയോഗിക്കുവാനുമുള്ള കർത്തവ്യം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂക്ഷ്മമായ വിചിന്തനവും മികച്ച പക്വതയോടുകൂടിയതായ ആസൂത്രണവും ദൈവിക പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് നെഹമ്യാവിൻ്റെ കാലത്തുള്ളതുപോലെ നമുക്കും ഈ നാളുകളിൽ ആവശ്യമാകുന്നു എന്ന് നാം തിരിച്ചറിയുക. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ഓരോരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്തുപകാരം? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുക മാത്രമല്ല, നാം അറിഞ്ഞ വിശ്വാസത്തെ നാം പ്രവൃത്തിയിലൂടെ അത് പ്രകടമാക്കേണ്ടതും ആവശ്യമാകുന്നു എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുന്നു. ഇവിടെ കർത്താവായ ദൈവം തൻ്റെ ജനത്തിൻ്റെ കാര്യത്തിൽ ഇന്നും രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കും എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിനായി പ്രവർത്തിക്കുന്നതായ തൻ്റെ വേലക്കാർ തൻ്റെ പ്രവൃത്തി വിജയത്തിനായി നൽകുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ സഹായം നാം ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളും കൂടെ ദൈവം വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നാം ഊർജ്ജസ്വലരായി നിലനിൽക്കണം എന്ന് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്നതായ വ്യക്തികളിലൂടെ പോലെയും അവരിലൂടെയും സർവശക്തനായ ദൈവം ദൈവത്തിൻ്റെ വേലയെ തികയ്ക്കുന്നതിന് വേണ്ടി എടുത്തുപയോഗിക്കാറുണ്ട് എന്നുള്ളതായ വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പല ദേശങ്ങളിലും അന്ധകാരത്തിൻ്റെതായ പിടിയിൽ അകപ്പെട്ടതായ അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും അവിടെയുള്ളവരുടെ ഇടയിലെയും യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ അവരെ അറിയിക്കുവാൻ ഒക്കെ തന്നെ നാം ഇങ്ങനെയുള്ളതായ വ്യക്തികളെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് സഹതാപം ഉണ്ടാകണമെന്നില്ല, ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടാകണമെന്നുമില്ല, ദൈവവചനത്തെ പരിചയവും ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാലും അവരുടെ സമ്മാനങ്ങൾ നിരസിക്കരുത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാം കർത്താവായ യേശു ക്രിസ്തു ഇത്തരത്തിലുള്ളതായ വസ്തുക്കളെ അല്ലെങ്കിൽ വിശ്വാസികളുടെ കരങ്ങളിൽ എന്ന പോലെ അവിശ്വാസികളുടെ കരങ്ങളിലൂടെയും ദൈവത്തിൻ്റെ താലന്തുകൾ നൽകി അവരെ ഇതിനായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം. നാം ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യ ഹൃദയങ്ങളോട് സംവാദിക്കുന്നിടത്തോളം നാം ദൈവത്തിൽ നിന്ന് എല്ലാ രീതിയിലുള്ളതായ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയും ഒപ്പം നൽകുകയും വേണം എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നാം ഒരുങ്ങാം, നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെയും ഉടയവനായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു പ്രഭാതത്തിൽ ഇത്തരത്തിലുള്ളതായ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം നീ ഇടവരുത്തിയല്ലോ.
അനേകരെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ നീ വിളിച്ചു വേർതിരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ സന്ദർഭങ്ങളിലൊക്കെ ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്തവരിലൂടെ ദൈവമേ, നീ അപ്രകാരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ പ്രതിദിന ധ്യാനം കാണുന്ന കേൾക്കുന്നതായ എല്ലാവരിലൂടെയും നിന്റെ കൃപാസാന്നിധ്യം കൂടെ ഇരിക്കണം. സകലതും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.